കുറെ ദിവസം മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളവഴിയുടെ കാര്യമൊന്നും അറിയണ്ടായിരുന്നു. ഇപ്പൊ നല്ല വെയിലുണ്ടല്ലോ, എന്നാ പിന്നെ എല്ലാവർക്കും ഒന്ന് വെള്ളം കാണിച്ചേക്കാന്ന് വെച്ചേ. ഇനിയിപ്പൊ എന്നാ മഴയാണേലും ഷെയ്ഡിൽ നിൽക്കുന്ന ചെടികൾക്ക് ഇതൊക്കെ ഒന്നും ബാധകമല്ലല്ലോ. അതുകൊണ്ട് അവരെ ഒന്ന് നല്ലപോലെ അങ്ങ് നനച്ചു കൊടുത്തു. ഒരു സമയത്തെ എനിക്ക് കുറച്ച് പർട്ടിക്കുലർ പ്ലാന്റ്സിനോട് മാത്രമേ താല്പര്യമുള്ളായിരുന്നു. അത് മാത്രമേ ഞാൻ നടത്തുള്ളായിരുന്നു. പിന്നെ പിന്നെ മുമ്പോട്ട് പോയപ്പോ ഞാൻ ഇഷ്ടപ്പെടാത്ത പല പ്ലാന്റ്സും എന്റെ വിഷ് ലിസ്റ്റിൽ വന്നു തുടങ്ങി. ഞാൻ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുവല്ല, എനിക്കതൊക്കെ അങ്ങ് ഇഷ്ടമായി. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ടല്ലോ. എന്റെ അനിയൻ ഒരിക്കലും എന്നോട് ഒരു കാര്യവും എന്ത് അത് കൊള്ളാം അല്ലെ അത് കൊള്ളത്തില്ല അല്ലേ എന്ന് എന്നോട് ചോദിക്കുകയില്ല. പറയുന്നൊരു കാര്യം നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ പറയും അതിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ടെന്ന്. ശരിയല്ലേ? എല്ലാത്തിനും എല്ലാത്തിൻ്റെതായ ഓരോ ഭംഗിയില്ലേ? നമ്മളൊരു കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ച് ഒരു സാധനത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ നിന്നാല് അതിന് ഭംഗി തോന്നത്തില്ല. അല്ലാതെ ആസ്വദിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എല്ലാത്തിനും അതിൻ്റെതായ ഓരോ ഭംഗിയുണ്ട്. ഭംഗി വെച്ചതും ഭംഗി ഇച്ചിരി കുറഞ്ഞു പോയതും ഒരാളുടെയും മികവുമല്ല, ഒരാളുടെയും കഴിവുകേടുമല്ല. ഇന്ന ഇന്ന കാര്യങ്ങൾ മാത്രമാണ് സൗന്ദര്യം എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അയ്യോ, പറഞ്ഞ് ഞാനിത് എങ്ങോട്ടാ പോകുന്നേ. നമുക്കിതിനിടയ്ക്ക് കുറച്ച് വിങ്കയുടെ സീഡ്സ് കിട്ടിയായിരുന്നു. കുറച്ച് തറയിലോട്ട് വീണ് അവിടെ തന്നെ അതിനെ പൊട്ടി വളരട്ടെ. കുറച്ച് ഞാനെടുത്ത് ഗ്രോ ബാഗിലോട്ട് മാറ്റി വെച്ചു. ഇനിയിപ്പൊ പെട്ടെന്നൊരു മഴ വന്നാലും അത് പോയാലും ഇതുണ്ടല്ലോ. വിങ്കയല്ലേ, മഴയത്ര ഇഷ്ടമൊന്നുമല്ല. ഇവിടോട്ടാണ് ആ സീഡ് പൊട്ടി വീണേക്കുന്നേ. ഇവിടുത്തെ കാടൻ കളഞ്ഞേക്കാന്ന് വെച്ചു. കാരണം ഇത് മുളച്ചു വന്ന കാട് ഏതാ ഇത് ഏതാന്ന് അറിയാൻ മേലാതായി പോത്തില്ലേ. അപ്പം ഇന്നത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ.